തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി. പൂരം പ്രദർശന നഗരിയുടെ മുൻവർഷത്തെ തറവാടക 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. യോഗത്തിലെ നിർദ്ദേശം ഹൈക്കോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ച് ഇരു ദേവസ്വങ്ങളും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന ഇടതു വലത് മുന്നണികളുടെ നിലപാട് ഭൂരിപക്ഷ സമുദായങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നും സുരേന്ദ്രൻ. INTUC സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. പിണറായി സർക്കാർ തൊഴിൽ വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തെ തൊഴിലാളികളുടെ ശത്രുവാണ് കേന്ദ്ര സർക്കാരെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്മാർട്ട് പദ്ധതി ജനുവരി 1 മുതൽ തൃശൂർ കോർപ്പറേഷനിലും നടപ്പാക്കുമെന്ന് മേയർ MK വർഗീസ്. സുതാര്യവും കാര്യക്ഷമവുമായ സേവനങ്ങൾ ജനങ്ങൾക്ക് അതിവേഗം ലഭ്യമാക്കാനാണ് പദ്ധതിയെന്ന് മേയർ. പുലക്കാട്ടുകരയിൽ യുവാക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പ്രതിസന്ധിക്ക് മുഖ്യമന്ത്രിയുമായി നടന്ന അടിയന്തര യോഗത്തിൽ പരിഹാരമായി. മുൻവർഷത്തെ വാടകയായ 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. 8% വർധനയും ധാരണയിൽ. യോഗത്തിലെ നിർദ്ദേശം ഹൈക്കോടതിയെ അറിയിക്കും. പൂരം നടത്തിപ്പിന് തടസ്സമുണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മറ്റു പ്രശ്നങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം രാജ്യത്തിന്റെ പ്രധാന ഉത്സവമാണ്. നാടിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം. പൂരവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും പൂരം നടത്തിപ്പിൽ ഒന്നും തടസ്സമാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും അംഗീകരിച്ചു. ഇരു ദേവസ്വങ്ങളും മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട് ഇരു ദേവസ്വങ്ങൾക്കും. അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരം ആസ്വാദകർക്കും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു 42 lakhs. 23 കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചു ദേവസ്വം കൂടെ 220 2 ദേവസ്വം കൂടി പ്രപ്പോസ് ചെയ്തത് 42 ലക്ഷമായിരുന്നു. അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി. അതുപോലെ തന്നെ തൃശ്ശൂരിലെയും കേരളത്തിലെയും എല്ലാവർക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഒരു വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന് തറവാടക ഉയർത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി രാഷ്ട്രീയ പോരിലേക്ക് മാറുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസും BJP-യും രംഗത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽപൂരം ഒരുക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. പൂരം പ്രതിസന്ധി സംബന്ധിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ധാരണയാകാതെ പിരിഞ്ഞിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ K രാധാകൃഷ്ണൻ, K രാജൻ, ഡോക്ടർ R ബിന്ദു, P ബാലചന്ദ്രൻ MLA, TN പ്രതാപൻ MP, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികൾ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന ഇടതു വലത് മുന്നണികളുടെ നിലപാട് ഭൂരിപക്ഷ സമുദായങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ശ്രീരാമൻ രാജ്യത്തെ ജനാധിപത്യ ഭരണത്തിന്റെ പ്രതീകമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു വലത് മുന്നണികൾ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ പരിഹസിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, അപമാനിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. വോട്ട് ബാങ്ക് കണ്ണുരുട്ടിയപ്പോൾ കോൺഗ്രസ് പേടിച്ചു. ഇതോടെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. ആരെ ഭയപ്പെട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് ശരിയായൊരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? സമ്മർദ്ദ ശക്തികളുടെ തന്ത്രങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് നീക്കങ്ങൾക്ക് എന്തിനാണ് കോൺഗ്രസ് വഴങ്ങുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കപട മതേതര നിലപാട് സ്വീകരിക്കുന്നത്? മുസ്ലിം ലീഗും സാമുദായിക സംഘടനകളും സമ്മർദ്ദ ശക്തികളും വോട്ട് ബാങ്ക് താല്പര്യക്കാരും കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന നേതൃത്വമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാറുന്നത്?
സംഘടിത സമുദായത്തിന്റെ വോട്ടിന് വേണ്ടിയാണ് CPM തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇനി വിലപ്പോകില്ലെന്നും കേരളം കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പോലുള്ള പാർട്ടികൾ അവരുടെ പാർട്ടി കെട്ടിപ്പൊക്കിയത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ശക്തിയിലാണ്. സംഘടിത മതശക്തികളുടെ വോട്ട് ബാങ്കിന് വേണ്ടി തുടർച്ചയായി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക്കുന്ന നിലപാടല്ലേ CPM സ്വീകരിക്കുന്നത്? നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്, മതവർഗീയ ശക്തികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാലത്തും നിങ്ങളുടെ ഈ വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുക. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയെയും സുരേന്ദ്രൻ വിമർശിച്ചു. മുഹമ്മദ് റിയാസ് ഒഴിച്ച് കേരളത്തിൽ വേറെ ഏത് മന്ത്രിയാ ഉള്ളത്? കേരളത്തിൽ അമ്മായിയപ്പനും മരുമകനും മാത്രമുള്ള ഭരണമാണ് നടക്കുന്നത്. വേറെ ഒരു മന്ത്രിമാർക്കും ഒരു കടലാസിന്റെ വില പോലും ഇല്ല. ഈ മന്ത്രിസഭാ പുനഃസംഘടന കൊണ്ട് ഒരു പ്രയോജനവും ഈ നാടിനുണ്ടാകാൻ പോകുന്നില്ല. ഈ സർക്കാരിന്റെ ഒരു പ്രതിച്ഛായം മാറാൻ പോകുന്നില്ല. പ്രതിച്ഛായ നഷ്ടപ്പെട്ട് ഉപ്പൂത്തിയിരിക്കുകയാണ് സർക്കാർ. ഇനി 2 മന്ത്രിമാരും കൂടി വരുന്നതുകൊണ്ട് എന്തുണ്ടാവാനാണ്? BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ബിജോയ് തോമസ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തൊഴിൽ വിരുദ്ധ നടപടികളാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. INTUC സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ രംഗം അപകടകരമായ രീതിയിലാണ് നീങ്ങുന്നത്. ക്ഷേമനിധി ബോർഡുകൾ അടച്ചുപൂട്ടുകയാണ്. കേരള സർക്കാരുകളുടെ തൊഴിൽ നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്നും തൊഴിൽ സുരക്ഷിതത്വം ഇന്ന് ഇല്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് പതാക കൈമാറിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. ശക്തൻ നഗറിൽ നിന്ന് നഗരം ചുറ്റി നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ശിങ്കാരിമേളം, നാസിക് ഡോൾ, കാവടി, പുലിക്കളി തുടങ്ങിയവ റാലിക്ക് മിഴിവേകി. സംഘടിത തൊഴിലാളി വർഗത്തിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് അടിമത്തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പുതിയ പ്രവർത്തനത്തിലാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാജ്യത്തെ തൊഴിലാളികളുടെ ശത്രുവാണ് കേന്ദ്ര സർക്കാരെന്നും വേണുഗോപാൽ. INTUC സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. സംഘടിത തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് സംരക്ഷണം കൊടുത്തിരുന്ന കാലഘട്ടം മാറി സംഘടിത തൊഴിലാളി വർഗത്തെ എല്ലാം ഇല്ലായ്മ ചെയ്ത് അടിമത്തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പുതിയ പ്രവർത്തനത്തിലാണ് നരേന്ദ്രമോദിയും സർക്കാരും ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആധാർ കാർഡുമായി തൊഴിൽ കാർഡ് ലിങ്ക് ചെയ്യാൻ പറയുന്നതിന്റെ പേരിൽ 5 കോടിയോളം വരുന്ന തൊഴിലാളികൾക്കാണ് ആ മേഖലയിൽ തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിലാളിക്ക് ജോലി ചെയ്യാനുള്ള തൊഴിലിടങ്ങളുടെ എണ്ണം വെട്ടിക്കുറക്കുന്ന കാര്യത്തിൽ സർവകാല ഇക്കാലത്തെ ഗവൺമെന്റാണ് മോഡി ഗവൺമെന്റ് നമുക്ക് പറയാം. അവിടെ ചേട്ടൻ ബാവയാണെങ്കിൽ ഇവിടെ അനിയൻ ബാവയാണ്. ഇവിടുത്തെ ബാവയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മർദ്ദക പോലീസ് എന്ന് പറഞ്ഞാൽ മർദ്ദക ഉപകരണമാണ്. ആ മർദ്ദക ഉപകരണത്തെ ഞങ്ങൾ മാനിക്കില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഗവൺമെന്റ്, അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പാവപ്പെട്ട കുട്ടികളെ തലതല്ലിപ്പൊളിക്കുന്ന സ്വന്തം ഗവൺമെന്റ്മാർക്ക് പ്രശസ്ത സേവനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. കേരളമേ, നമ്മുടെ മുഖ്യമന്ത്രി ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചുരുങ്ങിയ ഭാഷയിൽ സൂചിപ്പിക്കും. INTUC പോലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ നേടിയെടുത്ത തൊഴിൽ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. വർഗീയത എന്ന ഒറ്റ കാര്യം മാത്രമാണ് മോദി സർക്കാരിന്റെ അജണ്ട. ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളെയും കേന്ദ്ര സർക്കാർ തകർത്തു കളഞ്ഞു. ചോദ്യം ചെയ്യുന്നവരെയെല്ലാം കൽത്തുറുങ്കിലടയ്ക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനുമാണ് ഭരണത്തിന്റെ സമയം മുഴുവൻ വിനിയോഗിക്കുന്നത്. തൊഴിലാളി വിരുദ്ധതയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയും പിണറായിയും ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കുകയാണ്. പോലീസിനെ മർദ്ദന ഉപകരണമായി മാറ്റുകയും അതിനവർക്ക് അവാർഡ് കൊടുക്കുകയുമാണ് പിണറായി ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർത്ത് കേരളം ലജ്ജിക്കേണ്ടി വരുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സഞ്ജീവ് റെഡ്ഡി,
KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്, UDF കൺവീനർ MM ഹസൻ, MP മാരായ ബെന്നി ബെഹനാൻ, TN പ്രതാപൻ, രമ്യ ഹരിദാസ്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച നടക്കും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിൽ ജനുവരി 1 മുതൽ K-സ്മാർട്ട് സേവനങ്ങൾ നടപ്പാക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മേയർ വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരും ഡിജിറ്റലായതോടുകൂടി പകുതി കൗൺസിലർമാർ മാത്രമാണ് പങ്കെടുത്തത്. 2018 മുതൽ തുടങ്ങിവെച്ച പദ്ധതിയാണ് 2024 മുതൽ നടപ്പാക്കുന്നത് എന്നും ഇതോടെ ഫയലുകൾ കാണാനില്ലെന്ന പരാതികൾക്ക് പരിഹാരമാകുമെന്നും അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണ സംവിധാനത്തിലേക്ക് കോർപ്പറേഷനെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരെല്ലാം കോർപ്പറേഷൻ നടപ്പാക്കുന്ന K-സ്മാർട്ട് സേവനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. സേവനങ്ങൾ കാലത്തിന്റെ അനിവാര്യതയാണെന്നും തങ്ങൾ വികസനത്തിന് എതിരല്ലെന്നും BJP കൗൺസിലർ പ്രസാദ് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ കൗൺസിൽ ഒരു അജണ്ട പോലും വായിക്കാതെ കൗൺസിൽ പിരിഞ്ഞതിനെ നിശിതമായി വിമർശിക്കുകയും സെക്രട്ടറിക്ക് പരാതി നൽകിയതായും തങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രസാദ് അറിയിച്ചു. പലപ്പോഴും ഫയൽ ചോദിച്ചാൽ ലഭിക്കാറില്ലെന്നും K-സ്മാർട്ട് ശ്ലാഘനീയമാണെന്നും ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞു. പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരസമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ മുറി തുറന്നു നൽകാതിരുന്നതിനെ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ എന്നിവർ നിശിതമായി വിമർശിച്ചു. LDFന് എതിരായ സമരമായതുകൊണ്ടാണ് റൂം തുറന്നു നൽകാതിരുന്നതെന്ന് മേയർ മറുപടി പറഞ്ഞു. ഇക്കാര്യത്തിൽ മേയർ അസഹിഷ്ണുത കാണിച്ചുവെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. മുകേഷ് കുളപ്പറമ്പിൽ, വർഗീസ് കണ്ടംകുളത്തി, സതീഷ് ചന്ദ്രൻ, K രാമനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. സർക്കാർ ഉത്തരവ് പ്രകാരം സുതാര്യവും കാര്യക്ഷമവുമായ സേവനങ്ങൾ ജനങ്ങൾക്ക് അതിവേഗം ലഭ്യമാക്കാൻ സർക്കാർ സജ്ജമാക്കിയ K-സ്മാർട്ട് പദ്ധതി ജനുവരി 1 മുതൽ തൃശൂർ കോർപ്പറേഷനിലും നടപ്പാക്കുമെന്ന് മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 മോഡ്യൂളുകളായാണ് K-സ്മാർട്ട് പദ്ധതി സജ്ജമാക്കിയിരിക്കുന്നത്. 5 പ്രവൃത്തി ദിവസം മുതൽ 30 പ്രവൃത്തി ദിവസം വരെയാണ് ഓരോ അപേക്ഷയുടെയും സമയപരിധി. നൽകുന്ന അപേക്ഷകൾ സുതാര്യമാണെങ്കിൽ മാത്രമേ ഫീഡ് ചെയ്യപ്പെടുകയുള്ളൂ. കോർപ്പറേഷനിൽ മാത്രം 8 കേന്ദ്രങ്ങൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ സോണൽ ഓഫീസുകളിലും ഇതിനുള്ള സൗകര്യങ്ങൾ തയ്യാറായി വരുന്നതായും മേയർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ K അബ്ദുൽ സലാം എന്നിവരും പങ്കെടുത്തു. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്താക്കര സ്വദേശികളായ ഈരാമ്പുള്ളി അമൽ, കണിമംഗലം വീട്ടിൽ ജിത്തു, കോനിക്കര തറയിൽ വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം തലോർ സ്വദേശി കിഴക്കിനിയടത്ത് വീട്ടിൽ റോമലുസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് 12ഓളം പേർ റോഡിലിട്ട് മർദ്ദിച്ചത്. ബിനുവിന്റെ വീട്ടിലെത്തിയ പ്രതികൾ മകളെ മർദ്ദിച്ച ശേഷം ഓടിപ്പോവുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന ബിനുവിനെ സംഘം ചേർന്ന പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. വീടിനു സമീപത്തെ കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച ഇവരെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO UH സുനിൽദാസ്, SIമാരായ KS സൂരജ്, KA വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിശ്വനാഥൻ, MM അഭിലാഷ്, KA മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് പിന്നാലെ പുലക്കാട്ടുകരയിൽ വീണ്ടും ആക്രമണം. ഷഷ്ടി ദിവസമുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയായി ഉണ്ടായ അടിപിടിയിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് യുവാവിന്റെ കൈയൊടിഞ്ഞു. സംഭവത്തിൽ 3 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുലക്കാട്ടുകര കൂടപ്പറമ്പിൽ സുഭാഷിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്രമിച്ച പുലക്കാട്ടുകര ചക്കുന്തറ സൂരജ്, ഓമ്പുള്ളി അതുൽ കൃഷ്ണ, സഹോദരൻ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ലഹരി സംഘം ആക്രമിച്ച ബിനുവിന്റെ ബന്ധുക്കളാണ് അറസ്റ്റിലായ സഹോദരങ്ങൾ. ഷഷ്ടി ദിവസത്തെ അക്രമത്തെക്കുറിച്ചുണ്ടായ തർക്കമാണ് സംഘട്ടനത്തിന് ഇടയാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. അശ്വിൻ, സാംസൺ, സനൽ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11 ജാമ്യമില്ലാ വകുപ്പുകളാണ് പിടിയിലായ 11 പേർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ. കേസിലെ മുഖ്യപ്രതി നിധിൻ പുല്ലനെ 23-ന് ഒല്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു. നിധിൻ പുല്ലൻ ഉൾപ്പെടെ നേരത്തെ പിടിയിലായ 8 പേരും റിമാൻഡിലാണ്. കഴിഞ്ഞ 22-ന് ചാലക്കുടി ITI തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിന് ശേഷം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിധിൻ പുല്ലന്റെ നേതൃത്വത്തിലുള്ള SFI DYFI പ്രവർത്തകർ ചേർന്ന് ജീപ്പ് തകർത്തത്.
കടന്നപ്പള്ളി രാമചന്ദ്രനും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പുകളിലും അന്തിമ തീരുമാനമായി. കെ.ബി. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളി രാമചന്ദ്രന് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം എന്നീ വകുപ്പുകളുമാണ് നൽകിയത്. വി.എൻ. വാസവന് സഹകരണ വകുപ്പിനോടൊപ്പം തുറമുഖ വകുപ്പും കൂടി അധികമായി നൽകി. വരുന്നതുമായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് എടമുട്ടം ബീവറേജ് ഔട്ട്ലെറ്റ് കുത്തിത്തുറന്ന് മോഷണം. 65,050 രൂപ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം മോഷ്ടാക്കൾ കവർന്നു. എടമുട്ടം കഴിമ്പ്രം ബീച്ച് റോഡിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. അതിരാവിലെ ഔട്ട്ലെറ്റിന്റെ ഷട്ടർ തുറന്നു കിടക്കുന്നത് കണ്ട സമീപത്തെ വീട്ടുകാർ ജീവനക്കാരെ വിളിച്ചപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. 2 അംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് ഔട്ട്ലെറ്റിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഷട്ടറിന്റെ താഴെ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. ഇരുമ്പ് ജനൽ മഴു ഉപയോഗിച്ച് തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. മോഷ്ടാക്കൾ ഇരുവരും മുഖം തുണി ഉപയോഗിച്ച് മറച്ചിരുന്നു. 1000 മില്ലി ലിറ്റർ, 750 മില്ലി ലിറ്റർ ഉൾപ്പെടെ 29 ലിറ്റർ വിലയേറിയ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും 1 കേസ് ബിയറുമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഔട്ട്ലെറ്റിനകത്ത് പലയിടങ്ങളിലും മോഷ്ടാക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും പണം സൂക്ഷിച്ചിരുന്ന ചെസ്റ്റ് തുറന്നിട്ടില്ല. വലപ്പാട് SI-മാരായ സലിം, സത്താർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സാബു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കവർച്ച നടത്തിയ സംഘം ഔട്ട്ലെറ്റിനുള്ളിൽ മുളക് പൊടി വിതറിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഖുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മഖ്ബറിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാഞ്ഞാണി സ്വദേശിയായ വയോധികൻ മരിച്ചു. കാഞ്ഞാണി കനാൽ പാലത്തിനു സമീപം വെളിച്ചപ്പാട്ട് ചന്ദ്രൻ ആണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബൈക്കിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏനാമാവിലെ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറിയതോടെ നെൽകർഷകർ ആശങ്കയിലായി. ഏനാമാവ് റെഗുലേറ്ററിനു സമീപം വളയംബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കാലപ്പഴക്കം മൂലം ജീർണിച്ച റെഗുലേറ്റർ ഷട്ടറുകളിലൂടെയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കയറിയത്. ഏനമാവ് ഫീസ് കനാലിൽ 2.5 കിലോമീറ്റർ അകലെ വരെ ഉപ്പുവെള്ളം വ്യാപിച്ചതായി കർഷകർ പറയുന്നു. ഉപ്പുവെള്ളം കോൾ മേഖലയിലെ ഉൾച്ചാലുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഉപ്പിന്റെ അംശം 1.9 മുതൽ 2 പോയിന്റ് വരെ ആയതായി കർഷകർ പറയുന്നു. കോൾ മേഖലയിൽ ഉപ്പിന്റെ അംശം പരമാവധി 0.9 വരെ മാത്രമേ പാടുള്ളൂ. കൂടിയാൽ നെല്ലിന്റെ വിളവിനെ ബാധിക്കും. നെൽച്ചെടിയുടെ വേരുകൾ നശിക്കുകയും ഓലകൾ പഴുത്ത് ഉണങ്ങുകയും ചെയ്യും. പുഴയിൽ ശക്തമായ വേലിയേറ്റമാണുള്ളത്. റെഗുലേറ്ററിന്റെ ചോർച്ച മൂലമാണ് വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കനാലിൽ എത്തുന്നത്. 157 മീറ്റർ നീളമുള്ള വളയം ബണ്ടിന്റെ 76 മീറ്റർ മാത്രമാണ് നിർമ്മാണം തീർന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ മുളക്കുറ്റി അടിക്കലും പനമ്പ് കൊണ്ട് മറയ്ക്കലും ചുവന്ന മണ്ണിട്ട് ബണ്ട് ഉയർത്തലും സ്ലൂയിസ് നിർമ്മിക്കലും പൂർത്തിയാകുന്നതേയുള്ളൂ. ബണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അപ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉപ്പുവെള്ളം വ്യാപിക്കുമെന്ന് പാടശേഖര ഭാരവാഹികൾ പറഞ്ഞു. ബണ്ട് നിർമ്മാണം ഡിസംബർ 20 പൂർത്തിയാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷം ഉപ്പുവെള്ളത്തിന്റെ അതിപ്രസരത്തെ തുടർന്ന് മുല്ലശ്ശേരി വെങ്കടങ്ങ് പഞ്ചായത്തിൽ മാത്രം 13.65 കോടി രൂപയുടെ ഉൽപാദന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിവിധ പടവുകളിലായി 10,000 ഏക്കറിലധികം നെൽകൃഷിയാണ് ഏനാമാവ് ഫേസ് കനാലിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് ശുദ്ധജലം കൂടിയ അളവിൽ തുറന്നുവിട്ടാലേ ഏനാമാവ് ഫേസ് കനാലിൽ വ്യാപിച്ച ഉപ്പിന്റെ അളവ് കുറയ്ക്കാനും നെൽകൃഷി സംരക്ഷിക്കാനും കഴിയൂ. TCV പാവറട്ടി. ദേശീയപാത പുതുക്കാട് 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന 2 ലോറിയും ജീപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ പുറകിൽ വന്നിരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ലോറിയുടെ അടിയിലേക്ക് കയറി. കാർ യാത്രക്കാർക്ക് നിസ്സാരമായി പരിക്കേറ്റു.
നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയപാത കുറുമാലിയിൽ 7 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാതയോരത്തെ കരിങ്കൽ കുറ്റികൾ ഇടിച്ചു തെറിപ്പിച്ചാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. പുതുക്കാട് അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ നിഷ എം ദാസ്, RMO ഡോക്ടർ AM രൺദീപ് എന്നിവർ തൽസ്ഥാനത്തു നിന്നും രാജിവെച്ചു. ഇരുവരും രാജിക്കത്ത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ B ഷീലയ്ക്ക് കൈമാറി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച 2 വ്യക്തികളാണ് രാജിവെച്ച് ഒഴിയുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങും തണലുമായിരുന്ന ഇന്ത്യൻ കോഫി ഹൌസ് പ്രവർത്തിച്ചിരുന്ന ആശുപത്രി കെട്ടിടം അർദ്ധരാത്രി അനധികൃതമായി പൊളിച്ചു നീക്കിയത് ഏറെ വിവാദം ഉണ്ടാക്കിയിരുന്നു. ശക്തമായ കാറ്റിൽ കുന്നംകുളം ആനായ്ക്കലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. ആനായ്ക്കൽ സ്വദേശി ഭവീഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. തെങ്ങ് വീണതോടെ ഷീറ്റിന്റെ ഒരു വശം തകർന്നു. വീടിന്റെ വാർപ്പിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് തൃശൂരിൽ നടന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരിയുടെ അധ്യക്ഷതയിൽ തൃശൂർ രാമനിലയത്തിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 65 കേസുകളിൽ 50 എണ്ണം പരിഗണിച്ചു. ഇതിൽ 15 എണ്ണം തീർപ്പാക്കി. 17 കേസുകളിൽ പരാതിക്കാർ ഹാജരായില്ല. അടുത്ത സിറ്റിംഗ് ഫെബ്രുവരിയിൽ നടക്കും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ബ്ലോക്കിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. 9ാം ബ്ലോക്കിലെ ലയത്തിൽ താമസിക്കുന്ന പൈപ്പാറയിൽ രാജുവിനാണ് കാലിലും വയറിലും കുത്തേറ്റത്. പ്ലാന്റേഷൻ തൊഴിലാളിയായ ഭാര്യ വാസന്തിയെ ജോലിയിൽ സഹായിച്ചു നിൽക്കുമ്പോൾ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയഭിത്തി പൊട്ടുന്ന വെൻട്രിക്കുലാർ സ്പെറ്റൽ റപ്ചർ എന്ന അതിഗുരുതര രോഗം ബാധിച്ച വയോധികയ്ക്ക് പുതുജീവൻ നൽകിയ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. മരണം മുഖാമുഖം കണ്ട ഒല്ലൂർ സ്വദേശിനി റോസ് കുമാരിക്കാണ് പുതുജീവനേകിയത്. നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഹൃദയത്തിലെ ദ്വാരം അടച്ചത്. ഡോക്ടർമാരായ ബിനോ ബെഞ്ചമിൻ, ഷിബു C കള്ളിവളപ്പിൽ, EV ജോൺ, അപർണ എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. തെക്കുംകര പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ഗ്രാമസഭ നടത്തി. പുന്നമ്പറമ്പ് പ്രിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, ICDS സൂപ്പർവൈസർ ഡോണ വിജയൻ, അംഗൻവാടി അധ്യാപിക റംല അസീസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി. പൂരം പ്രദർശന നഗരിയുടെ മുൻവർഷത്തെ തറവാടക 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. യോഗത്തിലെ നിർദ്ദേശം ഹൈക്കോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ച് ഇരു ദേവസ്വങ്ങളും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന ഇടതു വലത് മുന്നണികളുടെ നിലപാട് ഭൂരിപക്ഷ സമുദായങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നും സുരേന്ദ്രൻ. INTUC സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കം. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. പിണറായി സർക്കാർ തൊഴിൽ വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്യത്തെ തൊഴിലാളികളുടെ ശത്രുവാണ് കേന്ദ്ര സർക്കാരെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. K-സ്മാർട്ട് പദ്ധതി ജനുവരി 1 മുതൽ തൃശൂർ കോർപ്പറേഷനിലും നടപ്പിലാക്കുമെന്ന് മേയർ MK വർഗീസ്. സുതാര്യവും കാര്യക്ഷമവുമായ സേവനങ്ങൾ ജനങ്ങൾക്ക് അതിവേഗം ലഭ്യമാക്കാനാണ് പദ്ധതിയെന്ന് മേയർ. പുലക്കാട്ടുകരയിൽ യുവാക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 SFI പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.